ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. കോതമംഗലത്തിന് അഭിമാനമായ KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് നിർത്തിയതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും വകുപ്പ് മേധാവിക്കും പരാതി നൽകി. ഹൈറേഞ്ചിൽ നിന്നുമുള്ളവർക്കുൾപ്പെടെ ഏറെ സഹായകരമായിരുന്ന സർവീസാണ് നിലച്ചിരിക്കുന്നത്. കോതമംഗലത്തിന് അഭിമാനമായ KSRTC ഡിപ്പോയിൽ നിന്നും 6:30 പുറപ്പെടുന്ന കോതമംഗലം തിരുവനന്തപുരം എക്സ്പ്രസ് നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി കോതമംഗലം മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഈ സർവീസ് നടത്തുന്നില്ല. ഈ എക്സ്പ്രസ് ബസ് വേറെ ഡിപ്പോയിലേക്ക് മാറ്റിയതായാണ് അറിയുന്നത്. ഹൈറേഞ്ചിൽ നിന്നുള്ളവർക്കും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള യാത്രക്കാർക്കും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള ഏക ആശ്രയമായിരുന്നു ഈ സർവീസ്. 50 വർഷം മുൻപ് കോതമംഗലം MLA ആയിരുന്ന TM ജേക്കബ് ആരംഭിച്ച ഈ എക്സ്പ്രസ് കോതമംഗലം ഡിപ്പോയിലേക്ക് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് കോതമംഗലം ATOയ്ക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ആം ആദ്മി പാർട്ടി കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയത്. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ, ജോൺസൺ കർഗപ്പിള്ളിൽ, ഗോപിനാഥൻ KS, ജോസ് മാലിക്കുടി, സാജു KP, കുഞ്ഞിത്തോമൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എക്സ്പ്രസ് സർവീസ് അടിയന്തരമായി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോതമംഗലം KSRTCയിൽ നിന്നും 6:30 കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്കുള്ള ഒരു എക്സ്പ്രസ് ബസ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏറെ പ്രയോജനമുള്ള ഒത്തിരിയേറെ യാത്രക്കാർക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഏറെ പ്രയോജനമുള്ള ഒരു വാഹനമായിരുന്നു. പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തുവാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ ഏറെ പ്രയോജനപ്പെട്ടിരുന്ന ഒരു ബസ് ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ ഏതാണ്ട് 50 വർഷം മുൻപ് ആരംഭിച്ച ഒരു സർവീസാണിത്. ആ സർവീസ് യാതൊരു കാരണവുമില്ലാതെ ഇവിടെ നിർത്തിക്കളഞ്ഞത് കോതമംഗലത്തെ ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ആം ആദ്മി പാർട്ടി കാണുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർവീസ് പുനരാരംഭിച്ച് ഈ ബസ് എക്സ്പ്രസ് ബസ് സർവീസ് തന്നെ ആക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പരാതി ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പരിഹാരം കിട്ടിയില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തി ഈ സർവീസ് പുനരാരംഭിക്കുവാനുള്ള നടപടികളിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങും എന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.